ആർ.എസ്.പി നേതാവ് ഷിബു ബേബി ജോണിന്റെ അഭിപ്രായത്തിൽ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം കൊണ്ട് സുരേഷ് ഗോപി മലമറിക്കാനൊന്നും പോണില്ല. കാരണം സുരേഷ് ഗോപി ആഗ്രഹിക്കുന്നത് പോലെ 5 വകുപ്പുകളൊന്നും ചൊൽപ്പടിക്ക് കിട്ടണമെന്നില്ല. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സാധ്യത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണെങ്കിൽ അസംഭാവ്യവും. നമുക്കെല്ലാവർക്കും മാമച്ചന്റെ വിജയത്തിനായി ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. ബി.ജെ.പിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി സഹായിച്ച ശക്തികൾ അവര് ഇനിയെങ്കിലും ചെയ്തത് ശരിയായോ എന്ന് അത്തരം ആളുകൾ ചിന്തിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളിതിൽ അത്ഭുതമൊന്നും കാണുന്നില്ല. കാരണം ഇപ്പോൾ 2 കേന്ദ്ര സഹമന്ത്രിമാരുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്തും 2 പേരുണ്ടായിരുന്നു. ഇവരെ കൊണ്ടൊന്നും സുരേഷ് ഗോപിയുടെ വാചകത്തിൽ തന്നെ ഇവരെ കൊണ്ടൊന്നും കേരളത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് സുരേഷ് ഗോപി തുറന്നു പറയുകയുണ്ടായി. ഒരു മന്ത്രിയാവണമെന്നില്ല. ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഞാൻ കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഒരു 25% സാധ്യമാക്കി തരുന്ന 5 വകുപ്പുകൾ ഞാൻ മനസ്സിൽ കോറിയിട്ടിട്ടുണ്ട്. ആ 5 വകുപ്പുകളുടെ ക്യാബിനറ്റ് മന്ത്രിമാർ ചൊൽപ്പടിക്ക് വിട്ടുതരണം. എനിക്കൊരു 4-5 വകുപ്പിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉള്ള ഒരു കുറഞ്ഞത് അത് വേണം. ഞാൻ നോക്കിയപ്പോൾ പാവം സുരേഷിന് നമ്മുടെ സംവിധാനം അറിയില്ല എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ സുരേഷിന് അങ്ങനെ ഇടപെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. പ്രധാനമന്ത്രിക്ക് ഒരു മകളുണ്ടെങ്കിൽ മകളെ കല്യാണം കഴിച്ചാൽ അങ്ങനെ ഒരു മോഡലായിരിക്കുമല്ലോ മനസ്സിലുള്ളത്. കേരളത്തിൽ കാണുന്നത് പോലെ അങ്ങനെ വല്ല വകുപ്പുണ്ട്. നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രിക്ക് മക്കളുമില്ല, നമ്മുടെ അറിവിൽ മക്കളുമില്ല. സുരേഷിനെ സംബന്ധിച്ചിടത്തോളം സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ നിലയിലേക്കുള്ള സാധ്യത ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ 2 സഹമന്ത്രിമാർ കിട്ടിയത് കൊണ്ട് കേരളത്തിന് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ എന്തിനാണ് ബി.ജെ.പി പ്രചരണം നടത്താൻ ആഗ്രഹിക്കുന്ന അതേ കാര്യം ഒരു ജോർജ് കുര്യനെ കൂടെ മന്ത്രിയായിക്കൊണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ട്, ക്രിസ്തീയ വിഭാഗം വോട്ട് ചെയ്തതുകൊണ്ട് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് മന്ത്രിയെ തന്നിരിക്കുന്നു അവർ പ്രചരണം നടത്തുന്നത് അടിസ്ഥാനരഹിതമാണെങ്കിലും അതേ വാചകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്. ഇതോടെ ഈ ആഴ്ചത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.